ബിസ്മില്ലാ അൽഹംദുലില്ലാ. നോമ്പ് മനുഷ്യനെ സംസ്കരിക്കാൻ കൂടിയുള്ള കർമ്മമാണ്. ആയതിനാൽ മോശമായ വാക്കും പ്രവൃത്തികളും ഇല്ലായ്മ ചെയ്യാനുള്ള പരിശീലന കാലം കൂടിയാവണം നോമ്പ്. നാവ് മനുഷ്യൻ്റെ മഹത്വം അളക്കാനുള്ള പ്രധാന ഉപാധിയാണ്. മൗനം തന്നെ വ്രതമാക്കാൻ മറിയം അലൈഹിസ്സലാമയോട് അള്ളാഹു നിർദ്ദേശിക്കുന്നത് സ്മരണീയമാണ്. എല്ലാ കാലത്തും മോശമായ വാക്കുകളിൽ നിന്നും വിട്ടുനിൽക്കുക വിശ്വാസിയുടെ ബാധ്യതയാണ്. അള്ളാഹു പറയുന്നു, നിങ്ങൾ നേരായ വാക്കുകൾ പറയുക, കർമ്മങ്ങൾ നന്നാകും, പാപങ്ങൾ പൊറുക്കപ്പെടും. ഖുർആനിലും ഹദീസിലുമായി ഈ വിഷയത്തിൽ ഒരുപാട് മാർഗനിർദ്ദേശങ്ങളുണ്ട്. ശപിക്കരുത്, തെറിവാക്കുകൾ പറയരുത്, കയർക്കരുത്, നിന്ദിക്കരുത്, കുത്തുവാക്കുകൾ ഉപയോഗിക്കരുത്, പരിഹാസപ്പേരുകൾ വിളിക്കരുത് എന്നീ നിർദ്ദേശങ്ങളെല്ലാം നോമ്പുകാലത്ത് ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആഹാരപാനീയങ്ങൾ വർജിക്കൽ മാത്രമല്ല നോമ്പ്, മ്ലേച്ഛമായ വാക്കുകളിൽ വർജിക്കലാണ് നോമ്പ്. നിന്നെ ആരെങ്കിലും ചീത്ത പറയുകയോ നിന്നോട് ആരെങ്കിലും അവിവേകം കാണിക്കുകയോ ചെയ്താൽ ഞാൻ നോമ്പുകാരനാണെന്ന് പറയുക. ഒരാൾ വ്യാജമായ വാക്കും അതനുസരിച്ചുള്ള കർമ്മങ്ങളും ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ അവൻ ഭക്ഷണവും വെള്ളവും ഉപേക്ഷിക്കുന്നതിൽ അള്ളാഹുവിന് താല്പര്യമില്ല. ഇത്തരം വാക്കുകളും പ്രവർത്തനങ്ങളും കാരണം പ്രത്യക്ഷത്തിൽ നോമ്പ് നഷ്ടപ്പെടുമെന്നും പകരം നോമ്പ് നോറ്റുവീട്ടണമെന്നുമുള്ള അർത്ഥത്തിലല്ലെങ്കിലും പ്രതിഫലത്തിൽ വലിയ കുറവ് വരുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് ചെയ്യുന്നത്. നോമ്പ് അനുഷ്ഠിക്കുന്നത് കൊണ്ട് വിശപ്പില്ലാതെ മറ്റൊന്നും ലഭിക്കാത്ത എത്ര നോമ്പുകാരുണ്ട്. ഉറക്കമൊഴിക്കലല്ലാതെ മറ്റൊന്നും ലഭിക്കാത്ത എത്ര നമസ്കാരക്കാരുണ്ട്. ഓർമ്മപ്പെടുത്തുന്നത് അനാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുന്നത് അനാവശ്യ വാക്കും പ്രവൃത്തിയുമായി നോമ്പിൻ്റെ ചൈതന്യം ചോർത്തുന്നവരെ കുറിച്ചാണ്. അനാവശ്യ വിനോദങ്ങളും തമാശകളുമായി കളയാനുള്ളതല്ല നോമ്പുകാരൻ്റെ പുണ്യകരമായ ഓരോ നിമിഷവുമെന്ന് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.